RRB JEE എക്സാം എഴുതിയിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അതായത് RRB JEEയുടെ ഈ ഒരു റെസ്പോൺസ് ഷീറ്റ് വന്നതിന് ശേഷമാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് CBT 1 എക്സാമിന് വേണ്ടിയിട്ട് CBT 2 വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ള വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷന് ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നൽകുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അതായത് RRB JEE എക്സാമിൻ്റെ റെസ്പോൺസ് ഷീറ്റ് വന്നു. ഓക്കെ, നോർമലായിട്ടുള്ള പ്രോസസ്സ്. നിങ്ങൾ എത്രത്തോളം ഉത്തരങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്, അതേപോലെ ആൻസേഴ്സ് എത്രത്തോളം റോങ് ആക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഒരു റോ മാർക്ക് എത്ര എന്ന് കിട്ടാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസ്പോൺസ് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്കൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ അടുത്ത അതായത് CBT 2 എത്തോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ബാധകമല്ലാത്ത ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. 70 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തവർ. 70 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അവരെല്ലാവരും എന്ത് ചെയ്യായിരിക്കും, CBT 2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കും. അതേപോലെ 60 മുകളിലുള്ളവരും ഏറെക്കുറെയൊക്കെ പ്രിപ്പറേഷനിൽ തന്നെയായിരിക്കും. എന്നാൽ 50 മുകളിലുള്ളവർ, ജസ്റ്റ് 45 എബവ് ഉള്ളവരൊക്കെയാണ് ഈ ഒരു സംശയത്തിൻ്റെ നേലിൽ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഈ വീഡിയോ. അതോടൊപ്പം തന്നെ നമ്മളൊരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്തും ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രഡിക്ഷൻ ചെയ്യുന്നത്. അതായത് RRB JEEയുടെ ഒരുപാട് പ്രഡിക്ഷൻ വീഡിയോസുകൾ നിങ്ങൾ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. എന്നാൽ എങ്ങനെയാണ് ഇവരൊക്കെ പ്രഡിക്ഷൻ ചെയ്തിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഉദ്യോഗാർത്ഥികളുടെ റെസ്പോൺസ് ഷീറ്റിൽ നിന്ന് അവരും കണ്ടെത്തിയിട്ടുള്ള, അതായത് ഉദ്യോഗാർത്ഥി സ്വയമേ പറയുന്ന മാർക്ക് അവർ ഗൂഗിൾ ഫോമിൽ എൻ്റർ ചെയ്യുന്നു. ആ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പല പ്ലാറ്റ്ഫോമുകളും എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിലാണ് ഒരു ചെറിയ പ്രശ്നം കിടക്കുന്നത്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കട്ട് ഓഫ് പ്രഡിക്ഷൻസ് ആണ്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഡാറ്റ തന്നെയാണ്. അതായത് നമ്മൾ ഒരു റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചെന്നൈ റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളുണ്ട്. എന്നാൽ ആ 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളിൽ എത്ര പേര് മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും? ഏറിപ്പോയാൽ ഒരു 5000-ഓ 6000-ഓ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ എൻ്റർ മാർക്ക് ചെയ്ത ആളുകൾ ഒരു പക്ഷേ മാർക്ക് കുറവുള്ള ആളുകളായിരിക്കാം, ഒരു ആവറേജ് മാർക്കുള്ള ആളുകളായിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഡേറ്റ എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ ആക്യുറസി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു റെസ്പോൺസ് ഷീറ്റ് നോക്കിയ സമയത്ത് കണ്ടത്, എത്ര മാർക്ക് കിട്ടിയെന്നുള്ള ചോദ്യത്തിന് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 120 മാർക്ക് എന്നാണ്. അതായത് അവർക്ക് തോന്നിയ പോലെ മാർക്ക് ഇടാം. ഞാനിപ്പോൾ ഒരു റെസ്പോൺസ് ഷീറ്റ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ മാർക്ക് ഞാൻ ഗൂഗിൾ ഫോമിൽ എൻ്റർ ചെയ്യുന്ന, അതായത് ഓരോ പ്ലാറ്റ്ഫോമുകളുടെ ഗൂഗിൾ ഫോമിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് എന്ന് പറയുന്നത്, ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇനാക്യുറേറ്റ് ആയിട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോസിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, 100% നിങ്ങൾ അതിലെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് റോ മാർക്കാണ്. അതായത് നോർമലൈസ്ഡ് മാർക്കല്ല. നോർമലൈസ്ഡ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 ദിവസങ്ങളിലായിട്ട് 9 ഷിഫ്റ്റുകളിൽ എഴുതിയിട്ടുള്ള എക്സാംസ് ആണ്. അതിൽ ചില ഷിഫ്റ്റ് ഈസിയാണ്, ചില ഷിഫ്റ്റ് മോഡറേറ്റ് ആണ്, ചില ഷിഫ്റ്റ് ടഫ് എന്നുള്ള രീതിയിൽ, മോസ്റ്റ്ലി മോഡറേറ്റ് എന്നുള്ള രീതിയിലാണ്. വലിയ ടഫായിട്ടുള്ള എക്സാംസ് ഇല്ലായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മോഡറേറ്റ് ഷിഫ്റ്റിലുള്ള ആളുകൾക്കൊക്കെ കുറച്ചുകൂടി മാർക്ക് കൂടാൻ സാധ്യതയുണ്ട്. ടഫ് ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ മാർക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരം കൺസിഡറേഷൻസ് ഒന്നും നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനിൽ വരുന്നുണ്ടാവില്ല. അതായത് കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോസിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് കരുതുക. ഞാനിപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 55 മാർക്ക് കട്ട് ഓഫ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തു എന്ന് കരുതുക. ഒരു പക്ഷേ നോർമലൈസേഷൻ പ്രോസസ്സിലൂടെ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 8 മാർക്ക് 9 മാർക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ 64ലേക്ക് പോകും, നിങ്ങൾ ഇന്നാവും. പക്ഷേ എൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻ കണ്ടുകൊണ്ട് നിങ്ങൾ ആ പ്രിപ്പറേഷൻ നടത്തിയില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്കാണ് നഷ്ടപ്പെടുന്നത്. അതായത് നിങ്ങൾ ഉദ്ദേശിച്ച, ഒരു പക്ഷേ
നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. സോ കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നതിന് നിങ്ങൾ ഒരിക്കലും 100% എന്തായിട്ട് കാണേണ്ട കാര്യമില്ല. അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഡേറ്റയായിട്ട് നിങ്ങൾ അതിനെ കാണരുത്. എന്നിരുന്നാലും ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള പല ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്യുന്നത്. ഈ നോർമൽ കട്ട് ഓഫ് പ്രഡിക്ഷൻ ഈ കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് വരുന്ന ഒരു വലിയ വ്യത്യാസം ഈ നോർമലൈസേഷൻ എന്നുള്ളത് മാത്രമല്ല. ഇപ്പോൾ PSCയുടെ ഒക്കെ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്താറുണ്ട്. കുറേയൊക്കെ ശരിയാവാറുണ്ട്, ചിലപ്പോഴൊക്കെ പാളി പോയിട്ടുണ്ട്. തുറന്നു പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവിടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയുടെ അവരുടെ ഒരു മെൻ്റൽ എന്താ പറയുക സ്റ്റേറ്റിൽ ഒരു ആശ്വാസം കിട്ടുക എന്നുള്ളത് മാത്രം. അതായത് ഞാൻ പറഞ്ഞു സബ് എഞ്ചിനീയറിനൊക്കെ നമ്മുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ അതേ കട്ട് ഓഫിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ മാർക്കിൻ്റെ മുകളിൽ കിട്ടിയ ഒരാൾക്കൊരു തോന്നലാണ്, യെസ് എനിക്കത് കിട്ടും എന്നുള്ളൊരു തോന്നൽ. അല്ലെങ്കിൽ RRBയുടെ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം അതിലൊക്കെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി രസകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു ജസ്റ്റ് റിലാക്സേഷൻ കിട്ടുന്നു എന്ന് മാത്രം. പക്ഷേ ഇവിടെ RRBയുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി നമ്മുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ കണ്ടിട്ട് എന്നാൽ ഇത്ര മാത്രം മാർക്കുള്ളവർ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതായത് ഇനി നമ്മൾ നേരെ കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് പോവാണ്. എൻ്റെ ഇന്നത്തെ കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ട് ഈ മാർക്കിൽ തൊട്ട് താഴെയുള്ളവരോ അല്ലെങ്കിൽ ഈ മാർക്കുള്ളവരോ മാത്രം പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെടുത്ത് സജസ്റ്റ് ചെയ്യില്ല. ഇതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് നിങ്ങൾ കാണണം. അതായത് ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരു അധ്യാപകർ എന്ന നിലയിൽ ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് ഈ കട്ട് ഓഫ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാർക്ക് താഴെയുള്ളവർ അവരെന്ത് ചെയ്യും, എന്നാൽ ഞങ്ങളൊന്നും പഠിക്കുന്നില്ല എന്ന തീരുമാനം എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതകളെ നിങ്ങൾ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് പോകുന്നത്. അതായത് ഒരു കാരണവശാലും ഈ വീഡിയോ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കട്ട് ഓഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഇതിന് താഴെ ആയതുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ അവസാനിപ്പിക്കരുത്. അപ്പോൾ ഞാൻ ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻ പറഞ്ഞതിന് ശേഷം ഒരു കൺക്ലൂഷൻ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതുകൂടി പൂർണ്ണമായിട്ട് കാണാം. ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് കാണാൻ പോവുക എന്നുള്ള രീതിയിൽ ഈ വീഡിയോ നിങ്ങൾ കാണരുത്. ഇതെൻ്റെ ഒരു സിൻസിയർ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. സോ ആ റിക്വസ്റ്റ് നിങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ RRB JEE എക്സാം എഴുതുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരുടെ മൈൻഡ് ഒന്ന് ശരിയാക്കി എടുക്കുക എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി കട്ട് ഓഫ് പ്രഡിക്ഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോൺ വൈസ് ഡേറ്റയാണ്. സോൺ വൈസ് ഡേറ്റയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ കേരള റീജിയനിലേക്കുള്ള ഡേറ്റ നോക്കുന്ന സമയത്ത് RRB ട്രിവാൻഡ്രം അപ്ലൈ ചെയ്ത ആളുകളുടെ ഡേറ്റ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഡേറ്റ മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ ചെന്നൈ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് നല്ല ഡേറ്റ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാംഗ്ലൂർ റീജിയനിൽ അത്യാവശ്യം നല്ല ഡേറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ കുറയുന്നതിനനുസരിച്ചിട്ട് ആക്യുറസി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയം ട്രിവാൻഡ്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് പോവാം. സോ നമ്മുടെ ടീം എൻട്രിയുടെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ സജസ്റ്റ് ചെയ്യുന്നത്. അതിലേറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള സോൺ എന്ന് പറയുന്നത് RRBയുടെ ചെന്നൈ സോണും ബാംഗ്ലൂർ സോണും സെക്കന്ദരാബാദ് സോണുമാണ്, അതേപോലെ ട്രിവാൻഡ്രം സോണും. അപ്പോൾ ഈ 3 സോണുകളിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ചെന്നൈ സോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 59 മാർക്ക് മുതൽ 64 മാർക്ക് വരെയാണ് നമ്മൾ കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 59ൻ്റെയും 64ൻ്റെയും ഇടയിലാണ്. എന്തുകൊണ്ടാണ് ചെന്നൈ സോണിൽ നല്ലൊരു കട്ട് ഓഫിലേക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് ചെന്നൈയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കട്ട് ഓഫിലേക്ക് പോയിട്ടുള്ളത്. 59 മുതൽ 64 വരെയാണ് ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. ഇനി OBCയിലേക്ക് വരുന്ന സമയത്ത് ഒരു 3 മാർക്ക് കുറയാനാണ് സാധ്യത. അതായത് ജനറൽ കട്ട് ഓഫിനെക്കാട്ടിലും ഒരു 3 മാർക്ക് കുറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ OBCയുടെ കട്ട് ഓഫ് വരുന്നുണ്ടാവുക. ഒരുപക്ഷെ രണ്ടായാലും അത്ഭുതപ്പെടാനില്ല, കാരണം OBC ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെന്നൈ സോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ 56 മുതൽ 60 മാർക്ക് വരെയാണ് നമ്മൾ OBCയിൽ ചെന്നൈയിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതേപോലെ SC/ST കാറ്റഗറിയിൽ 45 മുതൽ 50 മാർക്ക് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. SC/ST കാറ്റഗറിയുടെ കട്ട് ഓഫ് 50ൻ്റെ മുകളിൽ പോകാനുള്ള ഒരു സാധ്യതയില്ല. സോ ആ രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബാംഗ്ലൂർ സോണിലേക്ക് വരികയാണെങ്കിൽ കട്ട് ഓഫ് കുറച്ചുകൂടി കുറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 57 മുതൽ 62 മാർക്ക് വരെയാണ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ OBCയിൽ 52 മുതൽ 58 വരെ, SC/ST കാറ്റഗറിയിൽ 43 മുതൽ 48 മാർക്ക് വരെയാണ് ഈ റീജിയനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ജനറൽ കാറ്റഗറിയിൽ സെക്കന്ദരാബാദിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 58-64 അതേപോലെ OBCയിൽ നോക്കുകയാണെങ്കിൽ 54-60 മാർക്കാണ്. അതേപോലെ തന്നെ SC/STയിൽ
44ൻ്റെയും 49ൻ്റെയും ഇടയിലാവാനാണ് സാധ്യത. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത് നമ്മുടെ അനാലിസിസിലും അതേപോലെ മറ്റനേകം അനാലിസിസിലും വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് RRB ട്രിവാൻഡ്രത്തിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അതായത് മുൻ വർഷങ്ങളിലൊക്കെ 70നോട് ചേർന്നിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയിരുന്നെങ്കിൽ ഇത്തവണ കട്ട് ഓഫ് താഴോട്ട് പോകാനാണ് സാധ്യത. കാരണം നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറവാണ്. മലയാളികളായിട്ടുള്ള ആളുകൾ കൂടുതലും അപ്ലൈ ചെയ്തിട്ടുള്ളത് പുറത്തുള്ള സോണുകളിൽ ആയതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഡേറ്റ തരാത്തത് കൊണ്ടും ഈ ഒരു എറർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ട്രിവാൻഡ്രം സോണിൽ 55 മുതൽ 60 മാർക്ക് വരെ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് കട്ട് ഓഫ് വരാൻ പോകുന്നത് ഒരുപക്ഷെ ട്രിവാൻഡ്രം സോണിലാവാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറവാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. OBC വരികയാണെങ്കിൽ 49 മുതൽ 55 മാർക്ക് വരെയുള്ള ആളുകൾക്ക് സാധ്യതയുണ്ട്. അതേപോലെ SC STയിൽ 42 മുതൽ 47 മാർക്ക് വരെയുള്ള ആളുകൾക്കും സാധ്യതയുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു കട്ട് ഓഫ് പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ കട്ട് ഓഫ് പ്രിഡിക്ഷനിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇതേ ബോർഡറിലുള്ള മാർക്ക്, അതായത് ഈ ഒരു എക്സാക്ട് മാർക്ക് തന്നെയാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാർക്കിൻ്റെ ഒരു +or-3 കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യുക തന്നെ വേണം. ഒരു +or-3 കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആയിട്ട് ഞാൻ പറയാണ്, നോർമലൈസേഷൻ നടക്കാത്ത മാർക്കാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ബോർഡറിലുള്ള മാർക്കുള്ള ആളുകളാണെങ്കിൽ പ്രിപ്പറേഷൻ അവസാനിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് കൂടി ഞാൻ വരികയാണ്. ഫൈനൽ കൺക്ലൂഷൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൂടുതൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരുന്നത്. അതായത് ആരെല്ലാമാണ് CBT 2 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, ആരെല്ലാമാണ് CBT 2ൻ്റെ പ്രിപ്പറേഷൻ വേണ്ട അടുത്ത ഘട്ടത്തിലേക്കുള്ള, അതായത് അടുത്ത റൗണ്ട് CBT 1 അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റൗണ്ടിലേക്ക് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 40 മാർക്കിൽ കുറവാണെങ്കിൽ നിങ്ങൾ CBT 2 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിലുള്ള 45 മാർക്ക് അല്ലെങ്കിൽ ഒരു 50 മാർക്കിന് മുകളിലെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അത് 100% നിങ്ങൾക്ക് അവിടെ സീറ്റ് ലഭിക്കും അല്ലെങ്കിൽ CBT 2 നിങ്ങൾ ക്വാളിഫൈഡ് ആവും എന്നുള്ള അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. 50 മാർക്ക് കിട്ടിയ ഒരാൾക്ക് ഒരു പക്ഷേ മോഡറേഷനിൽ കൂടി ഒരു 8 മാർക്ക് 9 മാർക്കൊക്കെ അഡീഷണലി വന്നു കഴിഞ്ഞാൽ അവർ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത്തരം ആളുകളും പ്രിപ്പറേഷൻ അവസാനിപ്പിക്കരുത്. CBT 2ന് വേണ്ടി തയ്യാറെടുക്കുക. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ CBT 2ൻ്റെ അല്ലെങ്കിൽ CBT 1ൻ്റെ റിസൾട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും അതൊരിക്കലും ഒരു നഷ്ടമാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി നേടിയെടുക്കുന്നത് വരെ പഠിക്കുക എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും. സോ ഡെഫിനറ്റ്ലി മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ മാർക്ക് 50ന് മുകളിലാണെങ്കിൽ എല്ലാവരും ഈ പ്രിപ്പറേഷനിലേക്ക് മുന്നോട്ട് പോവുക. പിന്നെ ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയോട് കൂടി നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് നേടണം എന്നുള്ള കോൺഫിഡൻസോട് കൂടിയായിരിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. വിജയിക്കുന്നത് വരെ പോരാടുക എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റേറ്ററുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നെവർ എവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ബാക്കിയുള്ള മാർക്കുള്ള മുഴുവൻ ആളുകളും എബവ് 50 മാർക്കുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. നിങ്ങൾക്കൊരു റഫ് ഐഡിയ എബൌട്ട് ദ കട്ട് ഓഫ് നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറേ കൺക്ലൂഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് കട്ട് ഓഫിൻ്റെ ഈ ഒരു PDF മാത്രം എടുത്തിട്ട് നിങ്ങളൊരു ഫൈനൽ കൺക്ലൂഷനിൽ എത്തരുത്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.